സർ, സിപിഎമ്മിനകത്ത് എന്തുകൊണ്ട് തോൽവിയുണ്ടായി എന്നത് പുനഃപരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ പേരാണ്. വെള്ളാപ്പള്ളി നടേശനുമായ സിപിഎമ്മിന്റെ ബന്ധം, അതിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവായി ബാധിച്ചു എന്നാണ് എം.വി. ഗോവിന്ദൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അതുപോലെ തന്നെ എം.എൽ.എമാരുടെ ഒരു സമ്മേളനം നടക്കുന്നിടത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് രമേശ് ചെന്നിത്തലയും ലിജുവും വിട്ടുനിന്നു എന്നൊരു വാർത്ത അതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, വി.എം. സുധീരൻ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരുപോലെ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു. എല്ലാവരും വെള്ളാപ്പള്ളി നടേശനെതിരെ ഒറ്റക്കെട്ടായി തിരിയുന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തു വരുന്നു. ഒരൊറ്റ ചോദ്യം പ്രദീപ് സാർ, വെള്ളാപ്പള്ളി നടേശന്റെ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളുടെ ഭാവി എന്താണ്? മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ കേരളത്തിൽ ചിലരെങ്കിലും അത് ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. നാറിയവനെ ചുമ്മിയാൽ ചുമ്മുന്നവനും നാറും. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ ഉണ്ടായതിൽ സംഭവിച്ച വീഴ്ചയാണ് പ്രധാനപ്പെട്ട പരാജയ കാരണം എന്നാണ് കഴിഞ്ഞ ദിവസം എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതായി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമാകാനേ വഴിയുള്ളൂ. കാര്യം താഴെത്തട്ട് മുതൽ, ബ്രാഞ്ച് തലം മുതൽ, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി മുതലുള്ള മുഴുവൻ CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടവർ രണ്ടല്ല മൂന്ന് വ്യക്തികളാണ്. രണ്ടുപേർ പാർട്ടിക്കകത്ത് നിന്ന്, ഒരാൾ പുറത്തു നിന്ന്. പാർട്ടിക്കകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായയാൾ പിണറായി വിജയനാണ്. പാർട്ടിക്ക് പുറത്തു നിന്ന് വെള്ളാപ്പള്ളി, പാർട്ടിക്കകത്ത് നിന്ന് സാക്ഷാൽ എം.വി. ഗോവിന്ദൻ. പക്ഷേ അവതരിപ്പിച്ച റിപ്പോർട്ടിലൊന്നും വ്യക്തിയധിഷ്ഠിതമായ വിമർശനങ്ങൾ പാടില്ല എന്ന് വിലക്കിയിരുന്നു അത്രേ എന്നാണ്. അതുകൊണ്ട് പാർട്ടിക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ അഴകുഴമ്പൻ ന്യായങ്ങൾ പറയുന്നതായിട്ടാണ് റിപ്പോർട്ടിൽ കാണുന്നത്. നമുക്ക് വെള്ളാപ്പള്ളിയിലേക്ക് വരാം. വെള്ളാപ്പള്ളി പിണറായി വിജയന്റെ കാലത്ത്, അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനൊക്കെ ശേഷം അതിനെ വലിയ തോതിൽ ന്യായീകരിക്കാൻ വേണ്ടി മനുഷ്യ ചങ്ങലയും ഒക്കെ തീർത്തപ്പോൾ ഒരു ഔദ്യോഗിക സമിതി ഉണ്ടാക്കി. സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. നവോത്ഥാന സമിതി ഉണ്ടാക്കി. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുസ്ലിം പ്രീണനം നടത്തി നോക്കി. മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ വളരെ ചെറിയ ശതമാനം മാത്രമേ ലഭിച്ചുള്ളൂ. വൻ പരാജയമുണ്ടായി. അതിനുശേഷം ടേൺ അടിച്ചു. കാര്യം ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയുള്ളൂ. അതിന് വേണ്ടത് മുസ്ലിം സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്ന ഒരാൾ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ ഒന്നിക്കും. അങ്ങനെയാണ് നവോത്ഥാന സംരക്ഷണ സമിതി അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഇരുന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന് ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും മുസ്ലിങ്ങൾക്കും പിന്നെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും വാരിക്കോരി കൊടുക്കുന്നു എന്ന ആക്ഷേപം പണ്ടേ ഉണ്ടായിരുന്നുണ്ട്. തൽക്കാലം ക്രിസ്ത്യാനികൾക്കെതിരായി ഒന്നും മിണ്ടണ്ട, നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായി മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകണം. അദ്ദേഹം ഗംഭീരമായി തന്റെ വിഷനാവ് കൊണ്ട് മുസ്ലിം സമുദായത്തെ ചീത്ത പറയാൻ ആരംഭിച്ചു. അത് മാത്രമല്ല, അതിന് പൂർണ്ണ പിന്തുണ, പാർട്ടി പിന്തുണയൊന്നും ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. ആരും പാർട്ടി സമം പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയൻ കൽപ്പിച്ചു, അദ്ദേഹം അതേപോലെ ചെയ്തു. പിന്നെ അയ്യപ്പ സംഗമ സമയത്ത് അദ്ദേഹത്തെ കാറിൽ കയറ്റി സമ്മേളന വേദി വരെ കൊണ്ടുപോയി. അത് വലിയ സന്ദേശമാണ് നൽകിയത്. കാര്യം ഞാൻ വെള്ളാപ്പള്ളിയോടൊപ്പമാണ്, വെള്ളാപ്പള്ളി പറയുന്നതിനൊക്കെ എൻ്റെ അംഗീകാരമുണ്ട്. പക്ഷെ പുറത്ത് അദ്ദേഹം പറഞ്ഞത് അത് വെള്ളാപ്പള്ളിയുടെ വിമർശനം മുസ്ലിം ലീഗിനെതിരായിട്ടാണ്, മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല എന്നൊക്കെ അദ്ദേഹം വ്യാഖ്യാനിക്കാൻ നോക്കിയെങ്കിലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ആഗ്രഹം അനുസരിച്ച് ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾ CPM-നെ തോൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം CPM-നെ ജയിപ്പിക്കണം, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകണം എന്നായിരുന്നു. അദ്ദേഹം ഏത് കാലത്ത് ആഗ്രഹിക്കുന്നോ അതിനെതിരായി ജനം വോട്ട് ചെയ്യും. അദ്ദേഹം വി.എം. സുധീരനെ എക്കാലവും തോൽപ്പിക്കാൻ നോക്കി. അദ്ദേഹം ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ
VM സുധീരൻ ജയിച്ചു. അങ്ങനെ ഏത് മുന്നണിയെ അദ്ദേഹം ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്നു, അവർ ആ മുന്നണി തൂക്കും. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നില ഒട്ടും ഭദ്രമല്ല. ഇദ്ദേഹത്തിന് ഒരു സർക്കാരിനെ അല്ല, 2 സർക്കാരിനെയും നമ്പിയാൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. കാര്യം നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, നമുക്കല്ല കേരളീയർക്ക് മുഴുവൻ അറിയാം. കേന്ദ്ര സർക്കാർ ആയിട്ടുള്ള ബന്ധം വളരെ ദൃഢമാക്കി വെച്ചിട്ടുണ്ട്. കാര്യം BJPയുടെ പ്ലാൻ ആയിരുന്നു ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ലഭിക്കാൻ ഒരു പാലം വേണമെന്നത്. അങ്ങനെയാണ് BDJS ഉണ്ടാക്കുന്നത്. അതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ CPM-ഓ UDF അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതിൽ ചേർന്നില്ല. അദ്ദേഹം തന്ത്രപരമായി മാറി നിന്നു, ഞാൻ ഒന്നിലുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ മകനെ അതിന്റെ അധ്യക്ഷനാക്കി. തുഷാർ വെള്ളാപ്പള്ളിയാണ് NDAയുടെ കൺവീനർ. അപ്പൊ അച്ഛൻ വെള്ളാപ്പള്ളി പിണറായി വിജയനോട് ഒപ്പം ചേർന്നു. കാര്യം ഇവിടെ ഇഷ്ടം പോലെ പോകുന്ന പോക്കിൽ പ്രത്യുപകാരമായി പിണറായി വിജയൻ ഒട്ടേറെ അധ്യാപക നിയമനങ്ങൾ, കേസൻ ട്രസ്റ്റിന്റെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി. വിദ്യാർത്ഥികളില്ലാതെ സംസ്ഥാനത്തെ കോളേജുകൾ മുഴുവൻ അടച്ചുപൂട്ടുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്ന, എന്നാൽ അനുവദിച്ചു കിട്ടുന്നവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം വരുന്ന അധ്യാപക തസ്തികകളും അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയിട്ടാണ് പിണറായി വിജയൻ പടിയിറങ്ങിയത്. പുതിയ സർക്കാർ വന്നു. സതീശൻ അദ്ദേഹത്തിന്റെ തിണ്ണ നിരങ്ങുന്ന ആളായി അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ ധാരാളം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നയിച്ച UDF-ഉം ജയിച്ചു. അപ്പൊ സംസ്ഥാന സർക്കാരുമായിട്ട് ഒരു പാലം സ്ഥാപിക്കാനായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, നിലനിൽപ്പില്ല. കാര്യം ഒട്ടേറെ കേസുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. അതിൽ നിന്ന് സംരക്ഷണം വേണമെങ്കിൽ സംസ്ഥാന ഭരണകക്ഷിയുമായി സന്ധി ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവരുടെ തോളിൽ കൈയിടാൻ പറ്റിയില്ലെങ്കിലും ലോഹ്യമെങ്കിലും ഉണ്ടാക്കണം. അതിന്റെ ഒരു ആദ്യ പടിയായിട്ടായിരിക്കാം VD സതീശന്റെ ജന്മദിനത്തിൽ ബൊക്കയും ഒക്കെയായി തുഷാർ വെള്ളാപ്പള്ളി പോയി. അദ്ദേഹം സുഹൃത്താണെന്നൊക്കെയാണ് ന്യായം പറഞ്ഞത്. അച്ഛൻ വെള്ളാപ്പള്ളിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ VD സതീശന്റെ ഒക്കെ പറഞ്ഞു. ഏതായാലും അദ്ദേഹം അങ്ങോട്ട് പോയി തൊഴുത് കാണുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഒരു മത ജാതി മേലധ്യക്ഷന്മാരെ ആരെയും കാണുന്നതിൽ തനിക്ക് വിരോധമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മുഖ്യമന്ത്രിമാർ ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം പറയുന്നതൊന്നും കേൾക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് UDF നയിക്കുന്നവരോ വരാൻ ഒരു സാധ്യതയുമില്ല. കാര്യം ജനരോഷം അത്രയ്ക്ക് രൂക്ഷമാണ്. മന്ത്രി ബിന്ദു കൃഷ്ണ SNDP ജനറൽ സെക്രട്ടറിയെ കണിച്ചുകുളങ്ങരയിൽ പോയി കണ്ടതിനെ കുറിച്ച് കോൺഗ്രസിന്റെ അനുഭാവികൾ, അവർക്ക് വോട്ട് ചെയ്തവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട പൊങ്കാല മാത്രം മതി അതിനുള്ള പ്രതികരണം, ജനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ തന്നെ 2 പ്രമുഖ നേതാക്കൾ, ഒന്ന് രമേശ് ചെന്നിത്തല, 2 M ലിജു, അത് ഒരു പത്രം സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലയിലെ MLA-മാരുടെ സ്വീകരണം, അതൊരു ഒരു മൂടുപടമാണ്. അതിൽ മുഖ്യ സംഘാടകൻ വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പടമൊക്കെ വലിയ തോതിൽ 1-ാം പേജിൽ അച്ചടിച്ചു. ഇത് ജനരോഷം ഭയന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിൽ പോകില്ല എന്ന് ശടിച്ചു. ആ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോൾ VM സുധീരൻ ഈ VD സതീശൻ ഗവൺമെന്റിന്റെ രൂപവൽക്കരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. അത് SNDP യോഗം കണിച്ചുകുളങ്ങര മുൻ യൂണിയൻ സെക്രട്ടറിയും ദേവസ്വം ഖജാൻജിയും മൈക്രോ ഫിനാൻസ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണം എന്നാണ് VM സുധീരൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ചെറിയ തോതിൽ ശതമാനം പലിശയ്ക്ക് വായ്പ എടുക്കുകയും വൻ പലിശയ്ക്ക് സമുദായ അംഗങ്ങൾക്ക് നൽകുകയും വ്യാജരേഖകൾ ഉണ്ടാക്കി കൃത്രിമം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു കേസാണ് മൈക്രോ ഫിനാൻസ് കേസ്. അതിൽ ആദ്യം അന്വേഷണം ആവശ്യപ്പെട്ടത് VS അച്യുതാനന്ദനായിരുന്നു. കേസും അന്വേഷണവും ഒക്കെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. അതിൽ അന്വേഷണം നടത്തണം. കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി 32 പേജുള്ള ഒരു കുറിപ്പുണ്ട്. കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനാണ് തന്റെ ആത്മഹത്യക്ക് മുഖ്യ കാരണക്കാരൻ എന്ന് അദ്ദേഹം ആരോപിച്ചതായി ഭാര്യ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ മൈക്രോ ഫിനാൻസ് ക്രമക്കേടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ ഭർത്താവിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ജയിലിൽ ആക്കും എന്ന് വെള്ളാപ്പള്ളി ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന
കുറിപ്പാണ് അദ്ദേഹം അയച്ചിരുന്നു. ഇതിലാണ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. മാത്രമല്ല പോലീസ് കൃത്യനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. കാര്യം ആത്മഹത്യ ചെയ്യുന്ന സമയത്തും ഇതേ കാര്യം പറഞ്ഞ് ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്തു. അതൊന്നും കാര്യമായി പോലീസ് പരിഗണിച്ചില്ല. അതുകൊണ്ട് VM സുധീരൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമവാഴ്ചയ്ക്ക് തന്നെ സംഭവിക്കുന്ന ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിയമ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല എന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനെ ചൂണ്ടി VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് നിലപാട് സംസ്ഥാന പോലീസ് എടുക്കും? പിണറായി വിജയന്റെ സ്വന്തക്കാരൻ എന്ന രീതിയിൽ ഈ ക്രിമിനൽ കേസിൽ നിന്നും ഇത്രയും കാലം വെള്ളാപ്പള്ളിയെ രക്ഷപ്പെടുത്തിയത് സംസ്ഥാന പോലീസും മുൻ ഭരണകൂടവുമാണ്. ഭരണം മാറി ഒരു കാരണവശാലും വെള്ളാപ്പള്ളിയുടെ ക്രിമിനൽ സ്വഭാവമുള്ള ഈ കേസുകളിൽ ഉദാസീന സമീപനം ഉണ്ടാവില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. CPMന്റെ പരാജയത്തിന് കാരണക്കാരൻ വെള്ളാപ്പള്ളിയോ അല്ലയോ എന്ന് CPM തീരുമാനിക്കട്ടെ. പക്ഷെ നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, വെള്ളാപ്പള്ളി നടേശൻ ആണെങ്കിൽ പോലും. യെസ്, തുടക്കത്തിൽ സാറ് പറഞ്ഞ ആ പഴഞ്ചൊല്ല് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അന്വർത്ഥമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM ഇതാ വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തെത്തുന്നു. UDF-ൽ ചിലർക്ക് അതിലൊരു മുറുമുറുപ്പുണ്ട്. അവരും വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തെത്തുന്നു. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതിൽ കോൺഗ്രസ് അണികളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിനെതിരെ കേരള രാഷ്ട്രീയം തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.